നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശരത്തിന് വേണ്ടത്ര അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സാം എഴുതാൻ കഴിയില്ല എന്ന് സച്ചി രേവതി അറിഞ്ഞു. ഒടുവിൽ പ്രിൻസിപ്പളിന്റെ കാല് പിടിച്ചിട്ടാണല്ലോ ശരി, അവനെ എക്സാം എഴുതിക്കണം എന്നൊരു തീരുമാനത്തോടുകൂടി അവര് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് കോളേജിലേക്ക് വന്നു. പക്ഷെ പ്രിൻസിപ്പൾ അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. പ്രിൻസിപ്പൾ പോയി കഴിഞ്ഞപ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടമായി. ആ സമയത്ത് അറ്റൻഡർ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, പ്രിൻസിപ്പളിനെ കാണാൻ സംസാരിക്കുകയൊന്നും പറ്റത്തില്ല. അല്ല, നിങ്ങൾ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചു. ഇല്ലാന്ന് പറയണ. എന്നാലും അദ്ദേഹത്തിന് ഒന്ന് സംസാരിക്കായിരുന്നു, 1 മിനിറ്റ് ഒന്ന് സംസാരിച്ചിട്ട് പോയാൽ പോരായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ നിങ്ങൾക്ക്. അദ്ദേഹം ഒരു മുരട സ്വഭാവമാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എന്നാലും അപ്പോഴേക്കും രേവതി പറഞ്ഞു, അദ്ദേഹം കനിയാതെ എൻ്റെ അനിയന് എക്സാം എഴുതാൻ പറ്റില്ല, അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്താലോ, ഒന്നുകൂടെ നമുക്ക് ചോദിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല, ഞാൻ കാണുമ്പോൾ മുതൽ അദ്ദേഹം ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, അല്ല അതെന്താ സാറേ അങ്ങനെയെന്ന് ചോദിച്ചു. എന്താന്നോ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം. ശരിക്കും പ്രിൻസിപ്പൾ ഒരൊറ്റ മോളാ ഉണ്ടായിരുന്നേ, നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തു, നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ എന്ത് ചെയ്യാനാ, കല്യാണം കഴിപ്പിച്ച വീട്ടില് കെട്ടിയവന് കുടിയനായിരുന്നു. കുടിയനോ? അത് കുടിക്കുന്ന അത്ര വലിയ തെറ്റാണ് സാറിന് ചോദിച്ചു. കുടിക്കുന്ന തെറ്റൊന്നുമല്ല, പക്ഷെ ഇതെങ്ങനെ ആയിരുന്നില്ല. ഭാര്യയെ നന്നായി ഉപദ്രവിക്കുമായിരുന്നു, എടുത്തിട്ട് അടിക്കുമായിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സാറിന്റെ മോള് വീട്ടിലേക്ക് വന്നിരുന്നു. സാറിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി. പിന്നീട് സാർ ഇങ്ങനെയായി. പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സാറിന് ഇപ്പൊ ഭയങ്കര ദേഷ്യമാന്ന് പറഞ്ഞു എല്ലാരോടും. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട അവധിന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ സച്ചിയേട്ടാ, ഒന്നും കളഞ്ഞിട്ട് കാര്യമില്ല. അല്ല, വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എങ്ങനെ? സാറിനെ രാവിലെ ഇങ്ങോട്ട് കൂട്ടി കോളേജിലേക്ക് കൊണ്ടുവിടുന്ന സാറിന്റെ മോളാന്ന് പറഞ്ഞു. അതും കാറിന് കൊണ്ടുവിട്ടിട്ട് പോകും. പിന്നെ വൈകുന്നേരം മാത്രം സാറ് നടന്നാ വീട്ടിലേക്ക് പോകുന്നേ. നടന്നാണോ? അതെ, ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ ഉള്ളൂ സാറിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് സാറിനോട് സംസാരിക്കാൻ മേലേ? ആ സമയത്തൊന്ന് സംസാരിക്കാനായിട്ട് സാറ് കൂട്ടാക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സാറിന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ, അടുത്തറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പോവാൻ സച്ചിയേട്ടാ. എന്താ ചെയ്യുന്നേ? പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലോ, ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ വന്നേ. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, അല്ല ആ സാറിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അത് ഏത് വഴിയാ സാർ പോകുന്നതെന്ന് അറിയാവുന്ന ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് സച്ചിയോട് പറഞ്ഞു, അതെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, വീട്ടിൽ പോയി കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വീട്ടിൽ പോയി റെക്കമെൻഡേഷൻ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല. സച്ചി പറഞ്ഞു, അത് സാരമില്ല സാറേ, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കട്ടെ, എന്തേലും പോകാൻ വഴി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിയോട് വാ രേവതി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം രേവതി സച്ചിയോട് ചോദിച്ചു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും സച്ചിയേട്ടാന്ന് ചോദിച്ചു. അതെ, എന്തേലും വഴി കണ്ടെത്തണം. ഇപ്പൊ എനിക്കൊരു ആത്മവിശ്വാസം ഒക്കെ തോന്നുന്നുണ്ട്, ഉറപ്പായിട്ടും നമ്മള് ശരത്തിനെ കൊണ്ട് എക്സാം എഴുതിക്കൂന്ന് പറഞ്ഞു. എക്സാം എഴുതിക്കൂന്നോ? അതേന്നേ, ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് സുധീയുടെ കടയിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ സാർ എനിക്ക് കുറച്ച് അഡ്വാൻസ് വേണമെന്ന് പറയണം. അഡ്വാൻസ് പേയ്മെന്റ് എന്തിന്? അതെ, എനിക്ക് അടുത്ത ആഴ്ച വീട്ടിൽ പോകണം, എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, ഇവിടെ കടയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവാ. സാർ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഞാൻ ഈ കടയിലല്ലേ ജോലി ചെയ്യുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധി പറഞ്ഞു, പിന്നെ ഇവിടെ കടയിൽ കച്ചവടം നടക്കാതെ പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് അഡ്വാൻസ് തരുന്നതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. അപ്പോഴേക്കും അവൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കസ്റ്റമേഴ്സ് വരാത്ത എന്റെ കുഴപ്പം കൊണ്ടല്ലോ, എന്താണല്ലോ എനിക്ക് അഡ്വാൻസ് തന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോയി. സുധി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മുമ്പ് അവിടെ വന്നൊരു കസ്റ്റമർ വരുന്നേ. അയാളങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധി ചോദിച്ചു, നിങ്ങൾ എന്തിനാ വീണ്ടും വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായി, എനിക്ക് നിങ്ങളെ മനസ്സിലായി. നിങ്ങളല്ലേ അന്ന് വന്നിട്ട് ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ പൈസ തരാം, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞത്. അതെ, എന്നിട്ട് നിങ്ങൾ വീണ്ടും വന്നിരിക്കുവാണെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അതെ എനിക്ക് ലോട്ടറി അടിച്ചെന്ന് പറയണം. ലോട്ടറി അടിച്ചെന്നോ? 25 കോടി രൂപ അടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധി ഞെട്ടിപ്പോയി. കാരണം മുമ്പ് വന്നിട്ട് കുറെ സാധനങ്ങളൊക്കെ അയാൾ നോക്കിയതാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാന്നൊക്കെ. എന്നിട്ട് സുധി അയാളെ കളിയാക്കി വിട്ടു. പിന്നെ ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ വാങ്ങിക്കാനായിട്ട് ഒന്ന് പോടോന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയതാ. പക്ഷെ അയാൾക്ക് 25 കോടി അടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുധിക്കൊരു ഞെട്ടലായിരുന്നു. സുധി പറഞ്ഞു, അയ്യോ അപ്പൊ സാറ് സാധനങ്ങളൊക്കെ നോക്കാൻ വന്നാണോന്ന് ചോദിച്ചു. വേണ്ട, എനിക്ക് ഇവിടുന്ന് സാധനങ്ങളൊന്നും വേണ്ട, ഇതൊക്കെ ഒരു കടയാണോന്ന് ചോദിച്ചു.
സുധി ഒരു ഞെട്ടലോട് കൂടി അയാളെ നോക്കുകയാണ്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ എനിക്ക് വേറൊരു കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹും, എടോ അന്ന് ഞാൻ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ താൻ എന്താ പറഞ്ഞത്? അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു, അത് പിന്നെ അന്ന് ഞാൻ സാധനങ്ങളൊക്കെ നോക്കി. പക്ഷെ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കൃത്യമായിട്ട് എനിക്ക് അടിക്കുകയും ചെയ്തു. 25 കോടി, ഒരു 20 ലക്ഷം രൂപയുടെ സാധനം എങ്കിലും ഞാൻ ഇവിടെ നിർത്തേന. 1 ലക്ഷം രൂപ എനിക്ക് ഇപ്പം ആയിട്ട് കിട്ടുകയും ചെയ്തേനെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് പറയാനാ, അതിലുള്ള യോഗം ഇല്ലാതെ പോയെന്ന് പറഞ്ഞു തനിക്ക്. ആ സമയം സുധി പറഞ്ഞു, സാർ ഇത് പറയാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ? അതെ. അതെ, ആൾക്കാരിൽ ഒരു വിശ്വാസമൊക്കെ വേണം. ഇതില്ലാത്തവൻ കടയായിട്ട് ഇരിക്കരുത് എന്നും പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സുധിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. ആ സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും സുധി പറഞ്ഞു, ചില കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരും, നന്ദിയില്ലാത്തവനെന്നൊക്കെ പറയണം. അപ്പോഴേക്കും അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, താൻ കൂടുതൽ ആള് കളിക്കൊന്നും വേണ്ട. തന്നെ പോലുള്ള ഒരുത്തിന് ഈ കടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കട കച്ചവടം ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ സുധിക്ക് ദേഷ്യം വന്നു. അപ്പോഴേക്കും കടയിലെ സ്റ്റാഫുകൾ അയാളെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. ആ സമയം ആനന്ദ് വന്നിട്ട് ചോദിച്ചു, എന്താ സുധി, എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട എന്റെ ആനന്ദേ, കഴിഞ്ഞ ആഴ്ച വന്ന സാധനങ്ങളൊക്കെ നോക്കിയത് അയാളിവിടെ. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ലോട്ടറി അടിക്കും, അപ്പം ഞാൻ വാങ്ങിച്ചോളാന്നൊക്കെ. പക്ഷെ അന്ന് അയാളെ ഞാൻ കളിയാക്കി വിട്ടു. പക്ഷെ അയാൾക്ക് ഇപ്പൊ ലോട്ടറി അടിച്ചിരിക്കുന്നു. എന്നിട്ട് അയാൾ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അതാണോ കാര്യം? ഇനിയിപ്പം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് സുധി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലടാ ആനന്ദേ. കടയിലാണെങ്കിൽ കസ്റ്റമേഴ്സും വരുന്നില്ല, കച്ചവടം ഭയങ്കര കുറവാ, ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുക. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബോംബെയിൽ വലിയ ബിസിനസ്മാനാ. പുള്ളിക്കാരൻ കുറച്ച് ഡീലർഷിപ്പ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? എടാ, അങ്ങനെയാണെങ്കിൽ അവനുമായിട്ടൊന്ന് സംസാരിക്കുവാണെങ്കിൽ നിനക്കൊരു ഡീലർഷിപ്പ് കിട്ടാൻ വഴിയുണ്ടെന്ന് പറയണം. അങ്ങനെയാണ്, നല്ല കാര്യമാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനത് സംസാരിച്ചു നോക്കാം. അത് കേട്ട് സുധി പറഞ്ഞു, ഇന്റർനാഷണൽ കമ്പനിക്കാരും ഒക്കെ ആയിട്ട് ടൈപ്പ് ആവണേ നല്ല കാര്യമായിരിക്കും അല്ലേ? ഇഷ്ടംപോലെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കൂലോ അല്ലേ? അതല്ലാതെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷമായി. ആനന്ദിനോട് പറഞ്ഞു, ഓ, നീ നല്ല സമയത്ത് തന്നെ വന്നേ, ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നൊക്കെ സുധി പറഞ്ഞു. സുധിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ആയി. അങ്ങനെ അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി വീട്ടിലേക്ക് വരുവാണ്. സച്ചി വീട്ടിലേക്ക് വന്നിട്ട് രേവതിയെ വിളിച്ചു. രേവതി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ, നീ ഇങ്ങോട്ടേക്ക് വാ. അപ്പൊ ബാക്കി എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. എന്താ സച്ചേട്ടാ, എനിക്ക് കുറച്ച് ജോലിയും കൂടെ അടുക്കളയിലുണ്ട്, അതൊക്കെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചിരുത്തുവാണ്. കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴേക്ക് സച്ചി ഒരു മദ്യക്കുപ്പി എടുത്തു. ഇതെന്തിനാ? ഓഹോ, അപ്പൊ ഇപ്പൊ ബാറിലുള്ള കുടി പറഞ്ഞിട്ട് വീട്ടിലും കൊണ്ടേ വെച്ച് കുടിക്കുവാണല്ലേ? ഓ, അതല്ല, പിന്നെ എന്താ സച്ചേട്ടാ അത്? അതെ, ഇത് വെച്ചൊരു പണിയുണ്ടെന്ന് പറയാ. എനിക്കറിയാം എന്ത് പണിയാന്ന്. ഇത് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാനല്ലേ? ഇത് ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും രേവതിയെ പിടിച്ച് സച്ചി അവിടെ ഇരുത്തി. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കാര്യം എന്താ സച്ചേട്ടാ? അതെ, ഇത് വെച്ച് ഒരു അഭിനയം കാഴ്ചവെക്കണമെന്ന് പറഞ്ഞു. അഭിനയമോ? എന്തഭിനയം? അതെ, മദ്യം കുടിച്ചിട്ട് ഒരഭിനയം കാഴ്ചവെക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞു. സച്ചിയുടെ കാര്യം എന്താ വെച്ചാൽ പറ. അല്ല, ശരത്തിനെ കൊണ്ട് എക്സാം എഴുതിക്കണ്ടേന്ന് ചോദിച്ചു. എക്സാം എഴുതിക്കണം, അപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു പണിയുണ്ടെന്ന് പറഞ്ഞു. ഒരു തന്ത്രം പ്രയോഗിക്കണമെന്ന് പറഞ്ഞു. തന്ത്രോ? എന്ത് തന്ത്രം? അല്ല, ഇന്നലെ ആ പ്യൂണ് പറഞ്ഞ് നീ കേട്ടില്ലായിരുന്നോ? ഈ മദ്യപിക്കുന്നവരായിരുന്നു ആ പ്രിൻസിപ്പാളിന് ഒട്ടും ഇഷ്ടമില്ലാന്ന്. അത് ഞാൻ കേട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കളി കളിക്കാന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ എന്നും വൈകുന്നേരം നടന്നല്ലേ വീട്ടിലേക്ക് പോന്നേ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളിന്റെ വീണ്ടും അങ്ങോട്ടേക്ക് നമ്മൾ ചെല്ലണം. എന്നിട്ടോ ഞാൻ മദ്യപിച്ച് ലെക്ക് കെട്ടുന്നു എന്ന് പറഞ്ഞ പോലെ നിന്നെ പിടിച്ചിട്ട് തല്ലൂന്ന് പറയണം. ഓഹോ, എന്നെ തല്ലാനോ? പിന്നെ എന്റെ കൈ പൂ പറിക്കാൻ പോയിക്കല്ലേ? അല്ല, ശരിക്കും ഞാൻ മദ്യപിക്കത്തൊന്നുമില്ല, അത് ആക്ടിങ്ങാ. ഞാൻ ഹീറോയും നീ ഹീറോയിൻ എന്ന് പറയണം. ആക്ടിങ്ങോ? അതേനെ. അപ്പോഴേക്കും പ്രിൻസിപ്പൾ ഇടപെടും. പ്രിൻസിപ്പൾ ഇടപെട്ട് കഴിയുമ്പോൾ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. പിന്നെ നീ ശരത്തിനെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. ശരത്തിനോ? അതെ, പക്ഷെ ഒരു കാരണവശാലും ശരത്ത് അറിയാൻ പാടില്ല നമ്മുടെ ആക്ടിങ് ആന്നുള്ള കാര്യം. അപ്പൊ പിന്നെ സച്ചേട്ടൻ എന്നെ പിടിച്ചടിക്കുന്ന സമയത്ത് അവൻ വെറുതെ നോക്കിയിരിക്കുക. അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ എന്താണെന്നറിയാവോ, അവൻ ചിലപ്പോൾ ആക്ടിങ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരമൊക്കെ പിടിക്കപ്പെടും. അവൻ എക്സാം എഴുതാൻ പറ്റില്ല. സച്ചേട്ടൻ്റെ ഉദ്ദേശം എന്താ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയുന്ന പോലെ നീ നാളെ ചെയ്താൽ മതി. എങ്ങനെയുണ്ട്? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നടക്കുമോ? നടക്കും. നേരെ ചൊവ്വേ മതിയില്ലേ ചോദിച്ചു. നേരെ ചൊവ്വ ഒന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ അവന് എക്സാം എഴുതാൻ പറ്റുള്ളൂ ശരത്തിനെന്ന് പറഞ്ഞു. ശരി ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തൻ്റെ അനുജന് വേണ്ടിയിട്ടാണല്ലോ എന്തും ചെയ്യാനായിട്ട് രേവതി തയ്യാറായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി രേവതി സച്ചിയും കൂടെ പ്രിൻസിപ്പള് അങ്ങനെ റോഡിൽ കൂടെ വരണ സമയത്ത് അവിടെ വെച്ച് ആക്ട് ചെയ്യുവാണ്. അപ്പൊ തലേ രാത്രി അവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി. കാരണം നടു റോട്ടില് ഭാര്യയെ ഭർത്താവും മർദ്ദിക്കുവാണല്ലോ. അപ്പോഴാണ് പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നത്. പ്രിൻസിപ്പൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ പറഞ്ഞു, കണ്ടില്ലേ സാർ, നോക്കിക്കേ,
അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, ആ ഭാര്യയെ വെറുതെ തല്ലി ചതയ്ക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രിൻസിപ്പാൾ ഇങ്ങനെ ഒരു നിമിഷം അമ്പരന്നു. പിന്നീട് പ്രിൻസിപ്പാൾ പോലീസിനെ വിളിക്കുകയാണ്. ഇവിടെ നാളെ റോഡിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്ക് ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. ശരത്ത് വന്നിട്ട് എന്താ ചേച്ചി, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എടാ അത് പിന്നെ. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, നീ ആരടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അല്ല സച്ചേട്ടാ, ഞാനും ശരത്ത്. ഏത് ശരത്ത്, എന്ത് ശരത്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് സച്ചി. എന്നെ മനസ്സിലായില്ലേ. അപ്പോഴേക്കും രേവതിയോട് ദേഷ്യപ്പെടുവാണ് സച്ചി. എടി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. പിന്നീട് ശരത്തിനെ അങ്ങ് തള്ളിവിട്ടു. അപ്പോഴേക്കും ശരത്ത് പോയി പ്രിൻസിപ്പളുടെ ദേഹത്തേക്ക് വീണു. ആ സമയം പ്രിൻസിപ്പൾ ചോദിച്ചു, നീ ശരത്തല്ലേന്ന് ചോദിച്ചു. അതെ. അല്ല ഇതാരാ. ഇതെന്റെ അളിയന, എന്റെ ചേച്ചിയുടെ ഭർത്താവാന്ന് പറഞ്ഞു. ചേച്ചിയുടെ ഭർത്താവോ? അതെ. എന്ത് ചെയ്യാൻ എന്റെ സാറേ, കണ്ടില്ലേ ഭയങ്കര കൂടിയാ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എന്റെ ചേച്ചി ഉപദ്രവിക്കാനും തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചിൻ കൂടെ വന്നിട്ട് പറഞ്ഞു, എടാ നിനക്കിട്ട് ഞാൻ തരും, നിന്റെ ഒരു ചേച്ചി വന്നിരിക്കുന്നു, ഇവളെ ഞാനിന്നുണ്ടല്ലോ. സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഈ കാണിക്കണം എന്നൊക്കെ ചോദിച്ച് രേവതി അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ഒരു മദ്യക്കുപ്പി കയ്യിലെടുത്തു. അതെ കണ്ടോ, നിന്നെ ഞാൻ കാണിച്ചാരാടി, എന്നെ ഉപദേശിക്കാൻ നീ ആരാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പ്രിൻസിപ്പൾ ചോദിച്ചു, അല്ല നീ എന്തിനാ ശരത്തെ ഇതുപോലൊരു മദ്യപാനിയുടെ കൂടെ നിന്റെ ചേച്ചിയെ കെട്ടിച്ചയച്ചെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ എൻ്റെ സാറേ, പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അച്ഛൻ മരിച്ചു പോയതാ, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒത്തിരി വലിയ വീട്ടിലേക്ക് കെട്ടിച്ചയക്കാനായിട്ട് ഞങ്ങളുടെ അതിനുള്ള സമ്പാദ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ കെട്ടിച്ചയക്കാനും പറ്റിയിട്ടില്ല. സ്വർണം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല. അതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ട്. അതുകൊണ്ട് എൻ്റെ കുടുംബം വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലിക്കൊക്കെ പോകുന്നത്. പിന്നെ എൻ്റെ ചേച്ചിക്ക് കുറേ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ അനുജനത അവൻ പാവാ, എനിക്കൊക്കെ വേണ്ടിയിട്ട് അവൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതുകൊണ്ട് അവന് എക്സാം എഴുതാൻ പറ്റാതെ, അവന് അറ്റൻഡൻസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് സാറ് എക്സാം എഴുതാൻ സമ്മതിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് ഇനിയിപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ നാളെ വന്ന് എക്സാം എഴുതിക്കോ, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി. രക്ഷപ്പെട്ടു. പിന്നീട് പ്രിൻസിപ്പൾ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഓക്കെ അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറയണം, പക്ഷേ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാന്. പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രിൻസിപ്പൾ. പോലീസ് അങ്ങോട്ടേക്ക് വന്നു. എന്താ എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നാട്ടുകാർ പറഞ്ഞു, കണ്ടില്ല സാറേ, ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. കള്ളു കുടിച്ചിട്ട് ഇയാൾ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, ഭാര്യയെ തല്ലിയെന്നൊക്കെ പറഞ്ഞു. സച്ചി പറഞ്ഞു, അയ്യോ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പോടാ കള്ളത്തരം പറയുന്നോ. അയ്യോ മാഡം ഞാൻ കുടിച്ചിട്ടില്ല. SI ഒരു മേഡം വരുന്നു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഭർത്താവിനെ രക്ഷിക്കാൻ നോക്കുന്നോ, കേറാ അങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. രേവതിക്ക് ആ ടെൻഷനായി. ഡ്രാമ കളിച്ച, പക്ഷെ അത് ഇങ്ങനെയാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു, കൊണ്ടോട്ടെ, കുറച്ച് ദിവസം അകത്ത് പോയി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് രേവതിയെ കാര്യം പറയണേ, നീയാടെ എല്ലാത്തിനും കാരണം, നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. ഞാൻ കാരണോ? അതെ നീ കാരണോ. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സച്ചിയാണ് ഇങ്ങനെ ആക്ട് ചെയ്തേ. കണ്ടില്ലേ, സച്ചിയാണ് ശരിക്കും മദ്യപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ പ്രിൻസിപ്പാളിനെ കൊണ്ട് സമ്മതിപ്പിക്കാനായിരുന്നു നിന്നെ എക്സാം എഴുതിക്കാൻ വേണ്ടിയിട്ട്. പ്രിൻസിപ്പാൾ പറഞ്ഞു കേട്ടോ, നാളെ എക്സാം എഴുതാൻ വന്നാള്. അതെന്തുകൊണ്ടാണെന്നറിയാവോ, നിനക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശരത്തിന് ഭയങ്കര സങ്കടം ആവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെയെങ്കിലും സച്ചിനെ രക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.